വിശദീകരണ നോട്ടീസിൽ നിന്ന് മറുപടി നൽകാനിരിക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അതിവൈകാരികമായി പ്രതികരിക്കുകയായിരുന്നു രാവിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ കുറിച്ച് തനിക്ക് അറിയില്ല. പ്രോബ് ഇല്ലാത്ത വിവരം പല തവണ അറിയിച്ചിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ആരോഗ്യ മേഖലയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല എന്ന് കൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട് ഡോക്ടർ ഹാരിസ്. നമ്മൾ അറിയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കെല്ലാം ഇപ്പോൾ കത്തിലൂടെ അറിയിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടുത്തെ HDSന്റെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അവരവിടെ സാലറി വാങ്ങിക്കാൻ പോകുമ്പോഴും മറ്റേ ആവശ്യത്തിന് പോകുമ്പോഴും അവർ പോയി പറയാറുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഇല്ല, ഒരു പൗരന്റെ ജീവിതത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും എഫക്ട് ചെയ്യാൻ പാടില്ല. പോയി ഞാൻ വൈകിട്ട് പോട്ടെ. കൈമാറുന്ന എപ്പോഴാണ് വിശദീകരണം കൈമാറുന്നത്? ഒരാഴ്ചത്തെ സമയത്താണ്. ഇന്ന് തന്നെ കൈമാറുന്നില്ല. ഇന്ന് കൈമാറുന്നുണ്ടോ? ഇല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡോക്ടർ ഇപ്പോ നൽകിയിരിക്കുന്ന ഇപ്പൊ ഒരു പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടില്, ആ റിപ്പോർട്ടില് ജൂലൈ 2-ാം തീയതി ഈ പ്രോബ് വാങ്ങിയതായിട്ട് പറയുന്നുണ്ട്. അമൽ തേനംപറമ്പിൽ നമുക്കിപ്പം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. എന്താണ് സിസ്റ്റത്തിന്റെ പ്രതികാര നടപടിയുടെ തുടർച്ചയായി സംഭവിക്കാൻ പോകുന്നത് എന്താണ് നമുക്കിനി അറിയേണ്ടത്? അമൽ, അതിവൈകാരികമായാണ്, കരഞ്ഞുകൊണ്ടാണ്, കണ്ണ് നിറഞ്ഞുകൊണ്ടാണ്, ഒരു കടലാസ് തുണ്ടുപോലുമില്ല. ഒരു മറുപടി അയക്കണമെങ്കിൽ ഞാൻ ഈ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഏതെങ്കിലും കടയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങി വേണം ഈ മറുപടി അയക്കാൻ എന്നുൾപ്പെടെ മെഡിക്കൽ കോളേജിന്റെ ദുസ്ഥിതിയെക്കുറിച്ച് ആ ഡോക്ടർ വിശദീകരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഡോക്ടർക്കെതിരെ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്നലെ ഡോക്ടറോട് വിശദീകരണം ചോദിച്ച് നൽകിയ ഒരു കത്തുണ്ട്. ആ കത്തിൽ പറഞ്ഞു വെക്കുന്നത് ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ചട്ടം ഏതൊക്കെയെന്ന് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ആ വിഷയത്തിൽ എന്ത് വിശദീകരണം ഡോക്ടർ നൽകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഡോക്ടർ ശസ്ത്രക്രിയ മുടക്കിയെന്ന ഗുരുതര ആരോപണം കൂടി ഉന്നയിക്കുന്നു. ഹാരിസ് ചിറക്കൽ വന്ന് വെളിപ്പെടുത്തുകയാണ് തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളുടെ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തത് മൂലം മുടങ്ങി. അതിനുശേഷം പിന്നീട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പരസ്യമായി അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുന്നു. താൻ നടത്തുന്നത് ചട്ടലംഘനമാണ് എന്ന നല്ല ബോധ്യമുണ്ടെങ്കിലും ഒരു സിസ്റ്റം ശരിയാക്കാൻ വേണ്ടി, ഒരു സംവിധാനം ശരിയാക്കാൻ വേണ്ടി ആണ് താനിത് തുറന്നു പറയുന്നത്. അതിനാൽ തന്നെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി സർക്കാർ സംവിധാനം തനിക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷ എന്നുള്ളതാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞു വെച്ചത്. പ്രൊഫഷണൽ സൂയിസൈഡ്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലുകളെ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. എന്തായാലും അതൊരു പ്രൊഫഷണൽ സൂയിസൈഡായി തന്നെ മാറുന്നു എന്നുള്ളതാണ് നിലവിലത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഇപ്പോൾ ഇതൊരു സാങ്കേതിക നടപടി എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു കടുത്ത നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം, അതായത് ഈ പറയുന്ന കത്തയച്ചിട്ടുണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നുണ്ട്. അതിന് ചില കത്തുകളും മറ്റുമൊക്കെ പുറത്തു വിടുന്നു. പക്ഷേ എന്നിട്ടും ഈ പ്രശ്നത്തിനൊന്നും പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. ഇതൊരു ഡിപ്പാർട്ട്മെന്റിലെ മാത്രം പ്രശ്നമല്ല, പല ഡിപ്പാർട്ട്മെന്റുകളും ഇത് തന്നെയാണ് സ്ഥിതി. പക്ഷേ ആരും ഇങ്ങനെ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് പലയിടത്തെയും പരിമിതി. തുറന്നു പറഞ്ഞാൽ അത് പ്രൊഫഷണൽ സൂയിസൈഡായി പോകുമോ എന്ന ഭയം, പേടി, ആശങ്ക എല്ലാവർക്കുമുണ്ട്. തുറന്നു പറയുന്നവരുടെ അവസ്ഥ ഇതായി മാറുകയാണ്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു തന്നെ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടി ഒരു റിപ്പോർട്ട് എഴുതി നൽകാൻ വേണ്ടിയാണോ, അതോ ഹാരിസ് ചിറക്കൽ ഉയർത്തിയ ജനകീയ പ്രശ്നങ്ങളിൽ, ആരോഗ്യമേഖലയിലെ ഗൗരവമുള്ള പ്രശ്നങ്ങളിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കുറവുകളിൽ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണോ എന്ന വലിയ ചോദ്യമാണ് നിൽക്കുന്നത്. ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് ഉൾപ്പെടെ നമുക്ക് പോകാം. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രോബ് ഉണ്ടായിരുന്നു, അവിടെ ഇല്ല എന്ന് നേരത്തെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നതാണ്. ശസ്ത്രക്രിയയ്ക്ക് ഉപകരണമില്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞില്ല എന്ന് ഹാരിസ് ചിറക്കൽ പറഞ്ഞു എന്നതാണ് ഈ റിപ്പോർട്ടിൽ തന്നെ ഉള്ളത്. പക്ഷേ റിപ്പോർട്ട് കുറെ കൂടി കടന്ന് മുന്നോട്ട് പോകുമ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലില്ലാത്ത പ്രോബ് എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം ഉയരുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സ്വയം സംഘടിപ്പിച്ചു എന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിശദീകരിക്കുന്നത്. മാത്രമല്ല, മെഡിക്കൽ കോളേജിന് മുന്നിൽ എല്ലാ ഉപകരണങ്ങളും വാടകയ്ക്ക് കിട്ടും, പക്ഷേ അവ ക്വാളിറ്റി ഉള്ളതല്ല. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പരസ്യ പ്രതികരണം സർവീസ് ചട്ട ലംഘനം എന്നതാണ് പറയുന്നത്. പക്ഷേ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാകും? പ്രതികരിച്ചാലല്ലേ പറ്റൂ, നടപടി വരുന്നെങ്കിൽ വരട്ടെ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുള്ള മറ്റൊരു ഭാഗം എന്നത് കത്തയച്ചതല്ലാതെ നേരിട്ട് ഉന്നയിച്ചില്ല. ഈ ഉപകരണങ്ങളുടെ കുറവുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ശസ്ത്രക്രിയ മുടങ്ങിയേക്കും എന്ന കാര്യങ്ങൾ നേരിട്ട് ഉന്നയിച്ചില്ല എന്നതാണ്. രേഖാമൂലവും വാക്കാലും ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത്. ആരോഗ്യമന്ത്രി ഓഫീസിൽ പോലും അറിയിച്ചിരുന്നു എന്നതും അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വിശദീകരിച്ചതാണ്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ഉള്ള മറ്റൊന്ന്, പല പ്രശ്നങ്ങൾക്കും കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നതാണ്. പക്ഷേ ഡോക്ടർ ഹാരിസ് ചിറക്കൽ
ചിറക്കൽ ഉറപ്പിച്ചു പറയുന്നു, നമ്മളെല്ലാവരും ഉറപ്പിച്ചു പറയുന്നതാണ്, ഏറ്റവും അത്യന്താപേക്ഷിതമായ നമ്മുടെ ആരോഗ്യ മേഖലയെയും വിദ്യാഭ്യാസ മേഖലയെയും സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും ബാധിക്കാൻ പാടില്ല. ക്ഷേമകാര്യങ്ങളിൽ ഒരു തരത്തിലും, പെൻഷൻ ഉൾപ്പെടെ ക്ഷേമകാര്യങ്ങളിൽ ഒരു തരത്തിലും സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല. വയനാട്ടിലെ പോലെ ദുരിതം അനുഭവിക്കുന്ന ദുരന്തബാധിത മേഖലകളിലെ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നത്, അവർക്ക് വാടക നൽകുന്നത്, അവർക്ക് റേഷൻ നൽകുന്നത്, അക്കാര്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പ്രയോറിറ്റി, ഒരു മുൻഗണന ചില മേഖലകൾക്ക് നൽകേണ്ടി വരില്ലേ എന്നതാണ് വളരെ പ്രധാനമായി ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അയച്ച കത്ത് അതിനിടെ പുറത്തു വരികയാണ്. മാർച്ച് മാസത്തിലും ജൂൺ മാസത്തിലും സൂപ്രണ്ട് കത്ത് നൽകിയിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അമൽ തേനമ്പ്രമ്പിൽ തുടരുന്നുണ്ട്. അമൽ, രേഖാമൂലം കാര്യമായി ഒന്നും ഉന്നയിച്ചില്ല, ഡോക്ടർ പേരിന് എന്തൊക്കെ പറഞ്ഞു എന്നത് മാത്രമായിരുന്നല്ലോ ഈ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് കുറെ കൂടി വ്യക്തമാകുകയല്ലേ അയച്ച കത്തുകൾ പുറത്തു വരുമ്പോൾ? എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും? കോട്ടയം മെഡിക്കൽ കോളേജിലെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംഘം, 4 സമിതിയാണ് ഈ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ പരിശോധിച്ചത്. ഈ പരിശോധിച്ച സമയത്ത് ഹാരിസ് ചിറക്കലിനോട് വിശദമായി തന്നെ ഹാരിസിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു. മറ്റ് ഡിപ്പാർട്ട്മെന്റ് മേധാവികളെയും കേട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പക്ഷേ ആ റിപ്പോർട്ടിൽ ഹാരിസിനെ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. അതിൽ പറഞ്ഞു വയ്ക്കുന്ന ഈ ഹാരിസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വസ്തുതാപരമല്ല എന്ന് പറയുന്നു. എന്നാൽ ചില കാര്യങ്ങൾ, ഈ അവിടുത്തെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം ചില വസ്തുതകൾ ഉണ്ട് എന്നുള്ള കാര്യവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവിടെ ചില ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ട്. ആ ക്ഷാമം പരിഹരിക്കാനായി ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹാരിസ് അയച്ച 2 കത്തുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ കത്തയച്ചില്ല എന്ന കാര്യം ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടും അങ്ങനെ പറയുന്നില്ല. പക്ഷേ കത്തയച്ചതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഹാരിസ് നടത്തിയില്ല എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് നേരിട്ട് സംസാരിച്ചില്ല എന്നുള്ള കാര്യമാണ്. അതും ഇന്നിപ്പോൾ ഹാരിസ് നിഷേധിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നേരിട്ട് പോയി ആരുടെയെങ്കിലും കാല് പിടിച്ച് വാങ്ങേണ്ട സാധനമല്ല. നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ വളരെ അധികം പ്രയോറിറ്റി നൽകേണ്ട, ഒരു മുൻഗണന നൽകേണ്ട ആ വിഷയം തന്നെയാണ് ഈ പറയുന്ന ശസ്ത്രക്രിയ എന്നുള്ളതൊക്കെ. മറ്റേതെങ്കിലും വിഷയം പോലെയല്ല. ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി ഒരു രോഗി മറ്റൊരു ദിവസത്തേക്ക് ആ ശസ്ത്രക്രിയ മാറ്റിവെക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശം കാര്യം തന്നെയാണ്. വളരെ ബുദ്ധിമുട്ട് ഈ രോഗികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ ഈ പറയുന്നത് രേഖാമൂലം എഴുതി അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഉപകരണം എത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ അത് നിറവേറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ആ കത്തയച്ചു എന്നതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ ഹാരിസിനെ കുറ്റപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കഥയുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ താൻ ഇതിന് മറുപടി നൽകും എന്നുള്ളതാണ് ഹാരിസ് വ്യക്തമാക്കുന്നത്.